നമസ്കാരം കേട്ടോ. താങ്ക്സ്. വരട്ടെ. ഇവരൊക്കെ സ്റ്റുഡൻസാ ടീച്ചേഴ്സാ? കുട്ടികളാ, കണ്ടാ അറിയല്ലേ. ഞാൻ എന്താ ഇത്ര ധൃതി? ടൈം ആയില്ലല്ലോ. അയ്യോ, ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. സ്വാമി, ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുന്നു ട്യൂട്ടോറിയേക്കാൾ എന്നെ ആകമൊക്കെ ഒന്ന് ചുറ്റിക്കാണണമെന്ന്. ഞാനിവിടെ വരാല്ലേ? വേണ്ട. അപ്പൊ ഇനി ഒരു ദിവസം അല്ലേ? അതാ നല്ലത്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ എങ്ങനെ? അയ്യോ, ഞാൻ പുറത്തുനിന്ന് കഴിക്കാന്ന് വെച്ചു. പറ്റില്ല. ഭക്ഷണമൊക്കെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ തന്നെ വന്ന് സ്വാമിയെ പിക്ക് ചെയ്ത് തിരിച്ചിവിടെ കൊണ്ടുവന്നാക്കാം. വൈകിട്ട് ഞാൻ തന്നെ വരും. അത് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതൊക്കെയല്ലേ ഫ്രണ്ട്ഷിപ്പ്. അയ്യോ, ലേറ്റായി. വരട്ടെ. എന്റെ അമ്മോ, എന്നാ ഉരുപ്പടികളാ. ചുമ്മാ അല്ല സ്വാമി രാവിലെ കുളിച്ച് കുറിയും തൊട്ട് ഇറങ്ങുന്നത്. ഹലോ, ഞാൻ നിങ്ങളുടെ രാമൂർത്തി സാറിന്റെ ഫ്രണ്ടാണ്. എന്താ പേര്? രാമൂർത്തി സാറിന് ഇവിടെ നല്ല പേരാന്ന് തോന്നുന്നു. എന്റെ അമ്മേ, നീ എന്താ സദ്യ നടത്താൻ പോകുന്ന? എന്താ നീ കളിക്കല്ലേ. 2 ആഴ്ചത്തോളം മലക്കറിയാണിത്. അല്ലെങ്കിലും അടുക്കള ഭരണം നിന്നെ ഏൽപ്പിച്ചാലേ മനുഷ്യ കുത്തുവാള എടുക്കും. എടാ, എന്തെങ്കിലും കഴിക്കുമ്പോ അല്പം സ്വല്പം രുചിയായിട്ട് കഴിക്കണം. അല്ലാതെ നക്കി പിശയ്ക്ക് ഒരുമാതിരി പുളിവെള്ളം കുടിക്കുന്ന പോലെയല്ല. 2 കഷ്ണം കൂടുതൽ ഇട്ടെന്ന് ഞാൻ ഒന്നും സംഭവിക്കാനില്ല. എന്നാലേ നീ ഒരു കാര്യം ചെയ്യും, ഇത് മുഴുവൻ കൂടെ എടുത്തിട്ട് ഇതെന്തിനാ മുളക് പൊടി രുചി കൊടുത്തതാ. ഒറ്റ കീറ് വെച്ചെന്നുണ്ടല്ലോ. അച്ഛൻ എന്താ പാടെ രാവിലെ ഒരു കലബല? ഓ, ഇനി എത്തിയല്ലേ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എന്താ ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, ചുറ്റലൊക്കെ കഴിഞ്ഞ് മാമുണ്ണാനിങ് എത്തിയാ മതിയായിരുന്നു. ഊണ് റെഡി ആയില്ലേ? നോക്കി നിൽക്കാതെ അരി എടുത്ത് കഴിയും അടുപ്പിലിടാ. നോക്കി നിൽക്കാൻ അരി എടുത്ത് അടുപ്പത്തിടാൻ. അല്ല, എന്നോടാണോ? ആ. അയ്യോ, ഈ അരി മുഴുവൻ വേണോ? പോടാ ദരിദ്രവാ. ഇവനൊക്കെ തീറ്റി പറ്റണമെങ്കിൽ റേഷൻ കട തുടങ്ങണം. അല്ല, ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. എന്താ? നമ്മുടെ താമസം കുറച്ചുകൂടി സിറ്റിക്ക് അടുത്തോട്ട് മാറ്റിയാലോ എന്ന്. ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം? അല്ല, സിറ്റിക്ക് അടുത്താകുമ്പം സാധനങ്ങൾ വാങ്ങാനും നിങ്ങൾക്ക് ആഫീസിൽ പോകാനും ഒക്കെ സൗകര്യമാവും. എനിക്കിപ്പോ അവിടെ ആയാലും ഇവിടെ ആയാലും ഒരുപോലെ തന്നെ. നമ്മുടെ പട്ടര ട്യൂട്ടോറിയൽ കോളേജിനടുത്ത് രസ്യനൊരു വീട്, ടോയ്ലറ്റ് എന്ന ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അയ്യടാ, അവിടെ ആവുമ്പോ നിനക്ക് ട്യൂട്ടോറിയൽ പോകുന്ന പെമ്പിള്ളരെ സൗകര്യമായിട്ട് ലൈൻ അടിക്കാമല്ലോ. എന്നിട്ട് വേണം നാട്ടുകാരി മേയാൻ. എടാ, നിനക്ക് പറ്റിയ സ്ഥലം മീൻചന്തയാ. ഒരു പായും തലണേ അവിടെ കൊണ്ടിട്ട് തരാം. ഇതൊന്നും പട്ടാള പറഞ്ഞോ? സ്വതന്ത്രമായിട്ടൊരു അഭിപ്രായം പറയാൻ മേലേ? വേണ്ടെങ്കിൽ വേണ്ട. അതാ നല്ലത്. അരി കഴിയിട്ടില്ലേടേ? അയലത്തെറ്ററസിലൊരമ്പിളി വിടർന്നു, അലകടലായൻ മനമുണർന്നു. എന്തോ നടേ അവിടെ? സമാധാനമായല്ലോ, സന്തോഷമായല്ലോ. അതിന് ഞാനിപ്പോ എന്ത് ചെയ്തു? പട്ടി പുല്ല് തിന്നുകയും ചെയ്യത്തില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയും ചെയ്യത്തില്ല. ഇവന്റെ മുഖം കണി കണ്ട അന്നൊരൊറ്റ പെമ്പിളര് വീഴത്തില്ല. എനിക്കും അങ്ങനെ തന്നെയാണ്. നീ വാടേ. എല്ലാം റെഡിയായിട്ട് ഉണ്ണാനാകുമ്പോ വിളിക്കട്ടാ. പോടാ അവിടുന്ന്. ജോലി തീർക്കണേ. ആ കൃഷ്ണവേണിയുടെ കാര്യം എന്തായി? ഒരു കരക്കെടുത്തോ? അടുത്തു. കൊടുകൈ. പക്ഷെ അവൾ അടുത്തത് എന്റെ അടുത്തല്ല. അസിസ്റ്റന്റ് മാനേജർ ഇല്ലേ, അലവലാതി വായിൽ നോക്കി ശ്രീനിവാസൻ, അവന്റെ അടുത്താ. അടുത്ത മാസം കല്യാണമാ. നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ലടേ. നീ ഒരു കാര്യം ചെയ്യും, ആ പുതിയതായിട്ട് വന്ന ടൈപ്പിസ്റ്റ് ഇല്ലേ മീനാകൃഷ്ണൻ, അവളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തുക. ഞാനൊരു കൈ നോക്കാം. അല്ല, അത് ശരിയാവൂല. എന്താ ശരിയാവാത്തത്? എനിക്ക് അവളോട് ചെറിയൊരു സെന്റിമെന്റ്സ് ആണ്. അതെ. എടേ, ഈ നാട്ടിൽ കല്യാണപ്രായം കഴിഞ്ഞിരിക്കുന്ന ഒരുപാട് പെൺപിള്ളേരുണ്ട്. അതിന് നീ അവരെയൊക്കെ ഒന്ന് പ്രേമിക്ക്. ഒരു സേവനം. എന്തോന്ന് സേവനം? അവരുടെ കല്യാണം പെട്ടെന്ന് കഴിഞ്ഞു പോകും. അതുണ്ടാവാതിരിക്കാനാണല്ലോ ഞാൻ നിന്റെ അടുത്ത് വന്നത്. നീ ഒരു 2 നമ്പർ കാച്ചിത്താ. നമ്പർ കാച്ചണമെങ്കിലേ മറ്റവനെ 2 എണ്ണം അടിക്കണം. മറ്റവനോ? 11 മിലിറ്ററി രാമൻകുട്ടി. അവനെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. എങ്കിലെടേ, അവനെ അടിച്ചാലേ അതൊക്കെ പറയാൻ ഒരു മൂഡ് വരും. ഇപ്പൊ കൊണ്ടുവരാം. രവി വാ, ഇന്നത്തെ കലാപരിപാടി തുടങ്ങാൻ പോകുന്നു. നല്ല ഒന്നാന്തരം സാധനമാ. മിലിറ്ററി ക്യാൻറ്റീനിൽ ചുളിവിൽ വാങ്ങിച്ചതാ. 75 രൂപ 75 പൈസ കൊടുത്തുള്ളൂ. നീ വളച്ചു കെട്ടൊന്നും വേണ്ട. കാര്യം മനസ്സിലായി. ഓരോരുത്തരുടെ അക്കൗണ്ടിൽ 25 രൂപ 25 പൈസ എഴുതിയിട്ടുണ്ടെന്നല്ലേ? അത് ഞാൻ ആദ്യമേ എഴുതി. ഇത് വാങ്ങാൻ പോയ വഴിക്ക് പെട്രോൾ അടിച്ചതിന്റെ കാശ് എനിക്കാണ് ഇഷ്ടം. എച്ചിക്കണക്ക് പറയാതെ ഒഴിക്കണേ.
ഹലോ യെസ് മാത്യു നൈനാൻ കോശി ഹിയർ. ആ കൊടുക്കാം. ഡേ നിനക്കാ. ആരാടാ? ആരാന്ന് ചോദിച്ചില്ല. ഹലോ, ആ രവിയാ. ആ ഞാൻ വിളിച്ചത് അശ്വതിയുടെ കാര്യം പറയാനാ. അവക്ക് അവിടെ ട്രഷറിയിൽ ജോലി കിട്ടി. ഓ, അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി. 28-ാം തീയതി അവിടെ വന്ന് ജോയിൻ ചെയ്യണം. ആ ഞാൻ അവളെ കൊണ്ട് 27-ാം തീയതി അവിടെ എത്തും. പിന്നെ അവക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഏർപ്പാടായി കൊടുക്കണം കേട്ടോ. ഞാൻ ശരിയാക്കാം മാവ. ആ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ശരി. എന്താ വിശേഷം? അടുത്ത ആഴ്ച അമ്മാവനും മോളും വരുന്നുണ്ട്. ആഹാ, മുറപ്പെണ്ണ് വരുന്ന സന്തോഷത്തിൽ അടുത്ത ഫുള്ളിന്റെ മുഴുവൻ ചെലവ് ഇവന്റെ വക. Cheers. ആരടേ ഈ സമയത്ത്? നീ ആ കുപ്പി എടുത്താത്ത പോയി. വല്ല ഓസ് പാർട്ടികളുമായിരിക്കും. അത് ശരിയാ. ആ നല്ല പണിയാ പട്ടർ കാണിച്ചത്. ഞാൻ പിക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞല്ലേ. ഇന്ന് 2 പീരീഡേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇനി പോൻ വാ. സാമിയ കൃത്യ സമയത്ത് തന്നെ എത്തി. വാ ഇരി. ആ എനിക്ക് സ്വാമി ഒരാൾക്ക് ഒഴിക്കട്ടെ. എനിക്കിത് കുടിച്ച് പരിചയമില്ല. ഒരെണ്ണം ഒഴിക്കണോ? അയ്യോ വേണ്ട. സ്വാമി ഒരാൾക്ക് എങ്ങനെ പോയാലും 15, 4, 60, 3, 18 രൂപ താഴെ വരത്തുള്ളൂ. രൂപ പ്രശ്നമല്ല. തുടങ്ങി എച്ചിക്കണക്ക്. ഒരു ഗ്ലാസ് എടുക്ക്. അയ്യോ സ്വാമി ഒരു സ്മോള് കഴിച്ചെന്ന് വിചാരിച്ചു ഒന്നും സംഭവിക്കാനില്ല. കഴിച്ചോ. തലയ്ക്ക് പിടിക്കോ? ഏയ് ഒരു സ്വന്തം തോന്നും. Cheers. Cheers. മനസ്സമാധാനത്തോട് മനുഷ്യനൊന്നും മദ്യപിക്കാൻ പോലും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ ഈ കുന്തമെല്ലാം കൂടെ ഞാൻ തല്ലി പൊട്ടിക്കും. ഞാൻ കുപ്പി എടുത്താത്ത പോയി. ജ്യൂസ് വരെ കൊണ്ട് തോറ്റു. തനിക്ക് എന്ത് വേണം? തനിക്ക് എന്തുവാണോ വേണ്ടത്? അയാമേ കുട്ടി. കുട്ടിയോ? അതെ, അഹമ്മദ് കുട്ടി. അതിന് ഞാനെന്ത് വേണം? ഗ്യാസ് ഉണ്ടോ? താനെന്താ ഡോക്ടറാണോ? വഴിനീള നടന്ന് ഗ്യാസ് ഉണ്ടോന്ന് ചോദിക്കാൻ? ഒരർത്ഥത്തിൽ ഞാനൊരു ഡോക്ടറെ പോലെ തന്നെയാണ്. ഗ്യാസ് ഉണ്ടോ അത് പറ. ഉണ്ടെങ്കിൽ അതറിഞ്ഞിട്ട് വേണം ഇനി ഇവിടുന്ന് മുന്നോട്ടുള്ള പോകുക. ഒന്ന് മാറും. ദാ നിങ്ങളെയൊക്കെ ചികിത്സിക്കാൻ വേണ്ടി ഒരു ഡോക്ടർ വന്നിരിക്കുകയാണ്. ഗ്യാസിന് ആർക്കൊക്കെയാണ് ഗ്യാസ് ഉള്ളത്? ആ ഗ്യാസ് അല്ല, കുക്കിംഗ് ഗ്യാസ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഇവിടെ ഒരു കുക്കർ പോസ്റ്റ് ഉണ്ടെന്ന് ആ ചായക്കടയിലെ നാരായണനാർ പറഞ്ഞു. അതെന്നാ തനിക്ക് ആദ്യമേ പറഞ്ഞു തൊലച്ചൂടായിരുന്നു. ആദ്യം പറയാൻ ഞാൻ നിങ്ങളെപ്പോഴല്ലേ കണ്ട്. മാത്രമല്ല ഞാൻ ഇതുവരെ പാടുകയായിരുന്നു. പറയല്ലേ ഇത്. പിന്നെ നിങ്ങൾക്ക് എന്നെ പരിചയമില്ലാത്തതിന്റെ ചെറിയൊരു കുഴപ്പപ്പെടുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ പല പല സ്റ്റാർ ഹോട്ടൽസിലും ജോലി ചെയ്തിട്ടുണ്ട്. ഇതെന്താ മിലിറ്ററി അല്ല പോലീസ്. ചീഫ് കുക്കറായിട്ട്. കുക്കറോ? അത് ഇംഗ്ലീഷ് അല്ല പിടിയില്ലല്ലേ. പിന്നെ ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷനുകളൊക്കെ ഉണ്ട്. വാഷിംഗ് മെഷീൻ, പ്രഷർ കുക്കർ, കുക്കിംഗ് റേഞ്ച്, ഇതൊക്കെ വേണം. ഇവിടെ വാഷിംഗ് മെഷീൻ ഒന്നുമില്ല. എങ്കിൽ നിങ്ങൾ എന്നെ കഴുകിയ പുറത്തുകൊണ്ടുപോയാൽ ചെയ്യേണ്ടി വരും. എനിക്ക് പറ്റില്ല. ഞാൻ വേണമെങ്കിൽ ചിക്കൻ കബാബ്, മട്ടൺ കബാബ്, ഫിഷ് കുലാബി. നില്ല്. ഒരു 4 ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഓംലെറ്റ് എന്ന് വെച്ചാൽ ഈ മുട്ടക്കകത്ത് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട്. ആംബ്ലേറ്റ് എന്നാ പറയണ്ടേ. ഹായ്. ഓക്കെ ടാറ്റ. കിച്ചൻ കഹാ ഹേ? ഇയാള് ശരിയാവൂ? ആളൊരു ലോ ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് പറ്റിയ ആളാ.